ഗായ്സ് ഇറ്റ്സ് മീ ജോസ്മി. നമ്മുടെ മദർഹുഡ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ വെർജിൻ ഓയിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഞാൻ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് ഫ്ലോപ്പായ കാര്യമാണ്. രണ്ടാമത് ഞാൻ ഒന്നും കൂടെ ട്രൈ ചെയ്യാൻ പോവുകയാണ്. വിജയിക്കുകയാണെങ്കിൽ ഞാൻ ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു വിജയിക്കണേന്ന്. കാരണം വെറുതെ തേങ്ങ അത്രയും പോകുന്നുണ്ട്. അപ്പം ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു വെർജിൻ ഓയിൽ ഉണ്ടാക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കൈകളൊക്കെ നല്ല വൃത്തിയായിരിക്കുക, നന്നായി വാഷ് ചെയ്യുക, ഹെയറൊക്കെ കെട്ടി വെച്ചേക്കുക, മുടിയൊന്നും താഴെ വീഴരുത്. അങ്ങനെ കുറച്ച് നീറ്റായിട്ട് നമ്മൾ സംഭവത്തിലോട്ട് ഇറങ്ങണം. അതിന് വെർജിൻ ഓയിൽ ഉണ്ടാക്കാൻ ആദ്യം വേണ്ടുന്നത് തേങ്ങ. നമുക്ക് തേങ്ങ മാത്രമേ വേണ്ടൂ. വേറൊരു തേങ്ങയും എണ്ണ ആക്കിയെടുക്കാൻ ഒരു അടി കട്ടിയുള്ള ഒരു പാത്രവും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. സോ എൻ്റെ തേങ്ങ ഇവിടെ ഓൾറെഡി റെഡിയാണ്, ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങയിലോട്ട് അധികം നമുക്ക് ഇതിൻ്റെ റിയൽ പാലാണ് നമുക്ക് വേണ്ടത്, തേങ്ങാപ്പാൽ. അല്ലാതെ നമുക്ക് അത് ഒത്തിരി വെള്ളം ഒഴിക്കരുത്, ജസ്റ്റ് ഒന്ന് തളിക്കുക. വെള്ളം ചെറുതായിട്ട് വെള്ളം തളിച്ച് നമുക്കതിൻ്റെ ആ ഒരു യഥാർത്ഥമായിട്ട് ഫസ്റ്റ് എന്താ പറയുക, ഒരു ഒന്നാം പാൽ എന്നൊക്കെ പറയില്ലേ, ആ പാലാണ് നമുക്ക് വേണ്ടുന്നത്. അല്ലാണ്ട് നന്നായി വെള്ളം ഒഴിച്ചുള്ള രണ്ടാം പാൽ ടൈപ്പിലുള്ള പാലല്ല. വെള്ളം എത്രത്തോളം കുറയ്ക്കാൻ പറ്റും അത്രത്തോളം കുറയ്ക്കുക. അപ്പോൾ പ്യുവർ ആയിട്ടുള്ള പാല് അതിൽ നിന്ന് എടുക്കുക. എങ്കിൽ മാത്രമേ, ഇപ്പം ഞാനൊരു 3 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 3 തേങ്ങയൊക്കെ എടുത്തുന്നോടത്ത് നമുക്ക് ഒത്തിരി എണ്ണയൊന്നും കിട്ടൂല. മേ ബി ഇത്രയൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൂ. ഇത്തവണ ഫ്ലോപ്പ് ആകരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പം ഞാനിപ്പം എൻ്റെ തേങ്ങ അരയ്ക്കാൻ പോവാണ്. ചെറുതായിട്ടൊന്നും വെള്ളം തളിച്ച് ഞാൻ ജാറിലിട്ടിട്ട് ഞാൻ തേങ്ങാപ്പാൽ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഫസ്റ്റ് എന്താ പറയുക സ്റ്റെപ്പ് എന്ന് പറയുന്ന തേങ്ങ അരയ്ക്കുക എന്നുള്ളത്. ഞാൻ അത് അരച്ചിട്ട് വരാം. ഓക്കെ, ജോൻ ഇവിടെ നിന്ന് TV കാണുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ എൻ്റെ ഫസ്റ്റ് ട്രിപ്പ് അരച്ചു. ഒട്ടും വെള്ളം പാടില്ല, അതായത് ഒന്ന് അരയാൻ പാകത്തിന് വെള്ളം. നമ്മൾ ഈ അരിയൊക്കെ അരയ്ക്കുമ്പം അങ്ങനെ വെള്ളം ചേർക്കൂലല്ലോ, ഒരു കൊഴുപ്പിൽ കിട്ടൂലേ, ആ ഒരു ടൈപ്പിലെ വെള്ളമേ പാടുള്ളൂ. പിന്നെ ഇളം ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അതായത് കുറച്ചും കൂടെ പാല് കിട്ടാൻ നല്ലത് ഇളം ചൂടുവെള്ളമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം ഇത് നമ്മൾ അരിക്കണം. ഇത് അരിക്കണമെങ്കിൽ നമുക്ക് 2 കാര്യങ്ങൾ വേണം. അതായത് 2 കാര്യങ്ങളല്ല, ഒരു കാര്യം അരിക്കാൻ വേണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്കിത് ഇങ്ങനത്തെ ഒരു നല്ല നൈസായിട്ടുള്ള കോട്ടൺ ക്ലോത്ത് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് അരിപ്പ എടുക്കാം, നമ്മുടെ സാധാ അരിപ്പയില്ലേ ആ അരിപ്പ. അപ്പോൾ കോട്ടൺ ക്ലോത്ത് ആകുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് പാല് പിഴിഞ്ഞ് അത്രയ്ക്ക് എന്താ പറയുക തരിയൊന്നും ഇല്ലാണ്ട് നമുക്ക് കിട്ടും എന്നാണ് ഒരു പറച്ചിൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഏതായാലും ജോൻ്റെ ഒരു ഞങ്ങൾ ഉപയോഗിക്കാത്ത ഒരു നല്ല ക്ലോത്ത് ആയിരിക്കണം കേട്ടോ, ഉപയോഗിക്കാത്ത ജോൻ്റെ ഒരു ബാറ്റോളാണിത്. അപ്പം അത് ഇവിടെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. സോ ഞാനിപ്പോൾ അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പാല് ഞാൻ അരിച്ചെടുക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ തേങ്ങ പാലെല്ലാം പിഴിഞ്ഞെടുത്തു. അത് പിഴിഞ്ഞെടുത്തതിൻ്റെ ബാക്കി ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. ഈ ഒരു സംഭവം കൊണ്ടാണ് തോന്നുന്നു നമുക്ക് ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ധാരണ. ഓക്കെ, അപ്പോൾ ഞാൻ പിഴിഞ്ഞെടുത്ത പാല് അടി കട്ടിയുള്ള ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഇളക്കിയെടുക്കണം. ചായ വേണോ? അപ്പോൾ അടി കട്ടിയുള്ള പാത്രത്തിൽ ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ എന്താ പറയുക ഗ്രേറ്റ് ചെയ്തെടുത്ത് നമ്മുടെ കോക്കനട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഇറച്ചികൾക്കൊക്കെ കുഞ്ഞ് തേങ്ങാ കഷ്ണം പോലെ ഇടൂലേ, അങ്ങനത്തെ തേങ്ങാ കഷ്ണം ആണെങ്കിലും മതി. അങ്ങനെ കഷ്ണമാക്കിയിട്ട് നമ്മൾ ജാറിൽ മിക്സിയിലിട്ട് അടിച്ചെടുത്ത് ആ പ്യുവർ തേങ്ങാപ്പാലാണ് നമുക്ക് വേണ്ടത്. ആ തേങ്ങാപ്പാൽ നമ്മൾ അരച്ചെടുക്കുന്നു, കുറച്ച് വെള്ളം തെളിച്ചിട്ട് അരച്ചെടുക്കുന്നു. അത് നമ്മൾ അരിച്ചെടുത്ത് ദെൻ നമ്മളൊരു കട്ടിയുള്ള പാത്രത്തിലോട്ട് മാറ്റി തീ കൊടുത്ത് ഫ്ലെയിം ഓണാക്കി നമ്മൾ നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു 1 hour അല്ലെങ്കിൽ ഒരു 2 hour ഒക്കെ എടുക്കും ഇത്. അതാണ് ആകെ ഇതിനകത്തൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. ഇതിൽ ഇളക്കൽ മാത്രമേ ഉള്ളൂ. നമ്മളിങ്ങനെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കേണ്ടത്. ഇത് നന്നായി തിളയ്ക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ കുറച്ച് കെയർഫുള്ളായിരിക്കുക, ഗർഭിണികളൊന്നും ചെയ്യാതിരിക്കുക ഇത് വന്നിട്ട്. കാരണം വയറിലോട്ടൊക്കെ പൊട്ടിത്തെറിച്ചാൽ കുഞ്ഞിനെ അത് പൊള്ളൽ വരും, ചൂട് കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം എൻ്റെ ഇത് തിളയ്ക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ തിളയ്ക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ വെച്ചിട്ടുള്ളൂ, കാരണം സമയമെടുക്കും. ഇത് നന്നായിട്ട് ഇളക്കണം, അത് തിളഞ്ഞു വരണം. അങ്ങനെ അതിൽ നിന്ന് എണ്ണ താഴേക്ക് ഊറും. അത് തിളച്ച് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ എണ്ണ താഴോട്ട് ഊറിയിട്ട് ഈ തേങ്ങേൻ്റെ എന്തെങ്കിലും തരിതരിപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മുകളിലോട്ട് പൊങ്ങും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് എണ്ണ ഊറി വരും. അപ്പോൾ ഇത്തവണയെങ്കിലും വിജയിക്കണമേ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. നിങ്ങളും കൂടെ പ്രാർത്ഥിച്ചോ, ഞാനത് നോക്കട്ടെ. എന്താ കിട്ടുവാണെങ്കിൽ നല്ല ഓയിലല്ലേ, ഏറ്റവും പ്യുവറല്ലേ. നിങ്ങൾക്കറിയോ ഈ എന്താ പറയുക വെർജിൻ ഓയിലിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഗുണമുള്ള സാധനമാണ്. അത് കാരണം നന്നായി തിക്കായിട്ട് ഹെയർ വരും.
വരും. പിന്നെ നമ്മുടെ ഇപ്പം എൻ്റെ ജോൻ്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ ജോൻ ഇങ്ങനെ ഡയപ്പർ റാഷസ് ഒക്കെ വന്ന സമയത്തുണ്ടല്ലോ, അവന് ഡയപ്പർ റാഷസ് ഒക്കെ വരുമ്പം ഞാൻ ഈ വെർജിൻ ഓയിൽ എടുത്തങ്ങ് അപ്ലൈ ചെയ്യും, ചുമ്മാ തൂത്ത് കൊടുക്കും. അപ്പോൾ എന്ത് പെട്ടെന്ന് ആ റാഷസ് പോകുന്നതെന്ന് പറയാം, പെട്ടെന്ന് സംഭവം അവിടുന്ന് ഇല്ലാണ്ടായ പോലെ ആയിപ്പോവും. പിന്നെ കുഞ്ഞുങ്ങളുടെ ഫേസൊക്കെ നല്ല സോഫ്റ്റ് ആവും. എന്തെങ്കിലും അലർജീസൊക്കെ ചെറിയ ചെറിയ ഈ ബ്രസ്റ്റ് മിൽക്കൊക്കെ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ പിമ്പിൾസൊക്കെ കുഞ്ഞുങ്ങളുടെ ബോഡിയിലൊക്കെ വരുമ്പോൾ അതിനകത്തൊക്കെ ഇത് സോൾവ് ചെയ്യാൻ ഏറ്റവും പറ്റിയ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓയിലാണ് വെർജിൻ ഓയിൽ എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളുടെ ആണെങ്കിൽ തിക്ക് ഹെയർ വരും, നമ്മുടെ ആണെങ്കിൽ നല്ല തിക്കായിട്ടുള്ള ഹെയർ വരും, നല്ല ബ്ലാക്ക് ആയിട്ടുള്ള ഹെയർ വരും, ലെങ്ത്ത് വെക്കും. സോ ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട് നമ്മുടെ വെർജിൻ ഓയിൽ എന്ന് പറഞ്ഞു, വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നിങ്ങൾ തേങ്ങ എടുക്കുമ്പോൾ നല്ല തേങ്ങാപ്പാൽ കിട്ടുന്ന കൂടി തേങ്ങ നോക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ വീട്ടിലെ അമ്മമാർക്കൊക്കെ അറിയാം എങ്ങനത്തെയാണ് നല്ല തേങ്ങാപ്പാലൊക്കെ കിട്ടുന്നതെന്നുള്ളത്. എൻ്റെ കാര്യത്തിൽ എനിക്ക് അറിയത്തില്ല, ഞങ്ങളോട് തേങ്ങ വാങ്ങുന്നതാണല്ലോ, അപ്പോൾ ഇത് പാലുള്ളതാണോ അല്ലേതൊന്നും എനിക്ക് അറിയത്തില്ല. ഏതായാലും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, സക്സസ് ആവുമോ നോക്കാം. ഇത് തിളയ്ക്കുമ്പോൾ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ പാല് കാണുന്നുണ്ടോ, പാലിങ്ങനെ പിരിഞ്ഞ പോലെയൊക്കെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ, ഒരു പിരിഞ്ഞ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കണ്ടിന്യൂസ്. ഇളക്കുമ്പോൾ പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ ഇളക്കുന്ന ഈ തവിയില്ലേ, ആ തവി ഒന്നെങ്കിൽ സ്റ്റീലിൻ്റെ തവി ഉപയോഗിക്കുക, അല്ലെങ്കിൽ വുഡിൻ്റെ തവി ഉപയോഗിക്കുക. ബിക്കോസ് നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ ടൈപ്പുള്ള കൂട്ടൊക്കെ തവികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉപയോഗിച്ച് അതല്ല നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെയും കൂടെ കെമിക്കൽസ് ഇതിൻ്റെ ഉള്ളിലോട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഇത് തിളച്ച് നല്ലപോലെ ആയി കുറുകി വരാൻ ഇപ്പോൾ ഈ ഉള്ള പാലുണ്ടല്ലോ അങ്ങ് വറ്റി അങ്ങേയറ്റം വരെ എത്തും. എന്നിട്ട് അവസാനം നമുക്ക് കിട്ടാൻ പോകുന്ന വേണമെങ്കിൽ ഒരു ഇത്രയും തുള്ളിയായിരിക്കും, അത്രയും കിട്ടുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. നമ്മൾ കുറേ തേങ്ങ എടുത്തെങ്കിൽ ഒത്തിരി തേങ്ങ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറയുക ഒരു ആവശ്യത്തിനുള്ളത് കാരണം കിട്ടുള്ളൂ. കാരണം ഞാനിപ്പോൾ 3 തേങ്ങ എടുത്തിട്ടുണ്ട്. 3 തേങ്ങ എടുത്തുമ്പോൾ എത്രയൊരു അളവ് കിട്ടുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അത്രയ്ക്ക് അളവൊന്നും കിട്ടാൻ സാധ്യതയില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ തവീൻ്റെ കാര്യം പറഞ്ഞല്ലോ, തവി ഇത് നിങ്ങൾ ഒന്നെങ്കിൽ വുഡിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെയോ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ വേറെ ചിലരുണ്ടല്ലോ, ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്, ഇനി കേട്ടിട്ടുമുണ്ട്, അവരെങ്ങനെ വെച്ചാൽ ഈ തേങ്ങ ഇങ്ങനെ തേങ്ങാപ്പാൽ എടുത്തിട്ട് അത് അപ്പാടെ ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കും. ഫ്രിഡ്ജിലെന്ന് വെച്ചാൽ ഫ്രീസറിലല്ല, അതിന് താഴെ എടുത്ത് കൊണ്ടുവെക്കും. അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ട് ഒരു 6 hours അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് അങ്ങ് വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ പാല് മാത്രമായിട്ട് ഊറി നിൽക്കും മുകളിൽ. അപ്പം നമ്മൾ ആ പാല് മാത്രം, വെള്ളമൊക്കെ താഴോട്ടേക്ക് ഊറിപ്പോവും, പാലെല്ലാം കൂടെ മുകളിൽ പൊങ്ങി നിൽക്കും. അപ്പോൾ അത് നമ്മൾ എടുത്ത് ചെയ്താൽ നമുക്ക് ആ പാല് മാത്രമായിട്ട് കിട്ടും. അങ്ങനെയാണ് ഒരു പറച്ചിൽ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുന്ന സംഭവമല്ലേ, അപ്പോൾ പിന്നെ അതിന് ആ ഒരു എഫക്റ്റ് ഉണ്ടാവും. നമ്മൾ ആ ഒരു ശരിക്കും പ്യുവറായിട്ടുള്ളൊരു ഓയിലിനാണല്ലോ വെർജിൻ ഓയിൽ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു വെർജിൻ എന്നുള്ള വേർഡിൻ്റെ ഒരു മീനിങ് ഇല്ലാണ്ടായി പോകുമോ? കാരണം ഫ്രിഡ്ജിൽ വെച്ചാൽ എന്തായാലും വേറെ എന്തെങ്കിലും ഒരു എഫക്റ്റ് ആകുമോ, മീൻസ് എന്തെങ്കിലും ഒരു ആയി പോയെങ്കിലോ കുഞ്ഞിക്ക് ആ ഒരു ഗുണം കറക്റ്റ് കിട്ടാണ്ടായെങ്കിലോ എന്നൊക്കെ ഓർത്തിട്ടാണ് ഞാൻ മറ്റേ ഫ്രിഡ്ജിൽ വെക്കാത്തത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പം ഏതായാലും ഡയറക്റ്റ് ഞാൻ പിഴിഞ്ഞെടുത്ത പാടെ തന്നെ ഞാനിത് ഇളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാ സംഭവം കാണുന്നുണ്ടല്ലോ അല്ലേ. ഇതിന് നല്ല പോലെ തിളച്ച് മറിയണം, അതാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ. തിളച്ച് മറിഞ്ഞ് ഇത് വറ്റി എണ്ണ ഒരു നിങ്ങൾക്ക് തിളയ്ക്കുന്ന കാണുന്നുണ്ടോ നിങ്ങൾ? ഇതുണ്ടോ തിളയ്ക്കുന്നുണ്ടോ? തിളയ്ക്കുമ്പോൾ തന്നെ നമ്മൾ പാലൊക്കെ പിരിഞ്ഞ് വരൂലേ, ഇത് കണ്ടോ തിളയ്ക്കുന്നുണ്ടോ? ഈ പാലൊക്കെ പിരിഞ്ഞ് വരുന്ന ഒരു അവസ്ഥയിലാണ് ഇത് വരിക. അപ്പം അങ്ങനെ പിരിഞ്ഞ് ഇതിൻ്റെ ആ ഒരു തരിതരിപ്പെല്ലാം കൂടെ മുകളിലോട്ട് മാറി ഓയിലെല്ലാം കൂടെ താഴോട്ട് വരുന്ന ഒരു അവസ്ഥയാകും. അപ്പോൾ ഇത് കുറേ നേരം ഇളക്കണം. ഓക്കെ, അപ്പം അതുവരെ നമുക്ക് വേണമെങ്കിൽ ചുമ്മാ വർത്താനൊക്കെ പറയാം. എന്തുണ്ട് പിന്നെ എല്ലാവരുടെയും വിശേഷങ്ങൾ? എടാ ഞാനുണ്ടല്ലോ, എന്നോട് കുറച്ച് പേര് ഇങ്ങനെ പറഞ്ഞേ, ഒരു അഭിപ്രായം പോലെ പറഞ്ഞു. അതായത് ഞാനിങ്ങനെ എൻ്റെ ഈ സംസാരത്തിൻ്റെ ആ ഒരു സ്റ്റൈലില്ലേ, എൻ്റെ ഈ സംസാര രീതി ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ എൻ്റെ ആ സംസാര രീതി ഞാനൊന്ന് മാറ്റണം, കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് സംസാരിക്കണം, കുറച്ചും കൂടെ പക്വതയായിട്ട് ഞാൻ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നോട് കുറച്ച് പേര് എന്നോട് പറഞ്ഞു. പക്ഷേ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ എൻ്റെ ഒരു സംസാര രീതി എനിക്ക് മാറ്റാനാകൂല. കാരണം എൻ്റെ ഇതാണ് ഈ ജോസ്മി എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് എൻ്റെ ക്യാരക്ടറൊക്കെ അങ്ങ് മാറി, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങ് ഞാൻ ചേഞ്ച് ആയാൽ
ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങി എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു സംസാര രീതി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വെറും ആർട്ടിഫിഷ്യൽ ആയി പോകും അല്ലേ. ഇപ്പം എന്നോട് പറഞ്ഞു ഞാൻ സംസാരിക്കുമ്പോൾ വെറും അത് ഒട്ടും പക്വതയില്ലാണ്ട് അങ്ങനെ സിമ്പിളായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ കുറച്ചും കൂടെ നന്നായിട്ട് എന്താ പറയുക, എല്ലാവരും കുറച്ച് സീരിയസ് ആയിട്ടല്ലേക്ക് സംസാരിക്കും, അങ്ങനെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കെന്തോ അതത്ര ദഹിച്ചില്ല. കാരണം ഞാനല്ലാണ്ടാവാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ഈ എന്നെയാണ് നിങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്തല്ലേ, ഈ ജോസ്മിനെയാണ് നിങ്ങളൊക്കെ സ്വീകരിച്ചതും നിങ്ങളുടെ ചേച്ചിയായി കണ്ടതും അല്ല നിങ്ങളുടെ ഫ്രണ്ടായി കണ്ടതും. അപ്പോൾ ഈ ഒരു ജോസ്മി തന്നെ അങ്ങനെ അങ്ങ് പോയാൽ പോരെ, അല്ലാണ്ട് അതിനപ്പുറം ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അങ്ങനെ അഭിപ്രായം പറഞ്ഞവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഈ ഒരു സംസാര രീതി എനിക്ക് മാറ്റാനായിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഭയങ്കര എന്തോ ആയിപ്പോവും. എനിക്ക് അങ്ങനെ അഭിനയിക്കുന്നു ആക്ട് ചെയ്യുന്നു എനിക്കിഷ്ടമല്ല. ഉള്ള പോലെ പറയുക, അങ്ങനെ സംസാരിക്കുക. ഞാനിപ്പോൾ നേരിട്ട് ഒരാളോട് സംസാരിക്കുന്ന അതേ ശൈലിയിലാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ അങ്ങ് പോട്ടെ, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ഒരു ഫേക്കായിട്ടുള്ള ജോസ്മി നിങ്ങളുടെ മുമ്പിൽ വരുന്നതിനോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ മാറൂല കേട്ടോ, എനിക്കത് പറ്റില്ലടാ. എല്ലാം നിങ്ങളെല്ലാവരും എന്നെ ക്ഷമിക്കുക, ഇതാണ് ഞാൻ. അപ്പോൾ എന്നെ ഒന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ സംസാര രീതി തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ വീഡിയോസ് കാണണ്ട, അത്രയേ ഉള്ളൂ. അങ്ങനെയല്ല എൻ്റെ സംസാര രീതി കുറച്ച് ബോറായിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ അങ്ങനെയായിട്ട് തോന്നുന്നു, വേണ്ടാത്ത രീതിയിലൊക്കെ തോന്നുന്നു എന്നൊക്കെ തോന്നിയാൽ നിങ്ങൾ കാണാതിരിക്കുക. അതല്ലേ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞാനായിട്ടൊരു ചാനൽ എന്നെ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ, അല്ലെങ്കിൽ എൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടി വന്ന ഞാൻ ഒരു ആക്ടിങ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല, ഒട്ടും കംഫർട്ടും ആയിരിക്കില്ല. സോ എല്ലാവരും എന്നോട് ക്ഷമിക്കുക. ഓക്കെ, ഇതാ ഇനി നമ്മുടെ തേങ്ങ ഇളകി മറിഞ്ഞ് കുറുക്കി വരുന്നുണ്ട്. ഞാനിത് ആദ്യത്തെ അറ്റംപ്റ്റിലും ഇങ്ങനെ ഇളകി മറിഞ്ഞൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു ഇപ്പം അങ്ങനെ എന്തോ സംഭവിക്കുമെന്ന്. പക്ഷേ അത് വെറും പറ്റിക്കൽസ് ആയിപ്പോയി, ഒന്നും ആയില്ല. എൻ്റെ അതെല്ലാം കരിഞ്ഞു വെച്ച് ബ്രൗൺ കളറായിപ്പോയി, ഫുള്ള് എണ്ണ അടിയിലോട്ട് ഊറിയൊന്നുമില്ല. അങ്ങനെ ഒരു അവസ്ഥയായി. അപ്പം ഇതെങ്കിലും വിജയിക്കട്ടെ. ഞാൻ എൻ്റെ സംസാര രീതി പറഞ്ഞാൽ നിങ്ങളാരും ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല കേട്ടോ. കാരണം വെച്ചാൽ എന്നോട് അങ്ങനെ ഞാൻ കുറച്ചും കൂടെ പക്വതയാവണം. ഓക്കെ, പക്വതയാവാം, ഞാൻ സീരിയസ് ആവാം, കുറച്ചും കൂടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിനെ പോലെ ഞാൻ സംസാരിക്കുകയൊക്കെ വെച്ചാൽ എനിക്കങ്ങനെ സംസാരിക്കാറില്ല. എനിക്കിങ്ങനെ എല്ലാവരോടും ഇങ്ങനെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എന്നോട് ഒത്തിരി പേര് പറഞ്ഞു, ചേച്ചിയുടെ സംസാര രീതി രസമുണ്ട് കേൾക്കാൻ, ചേച്ചി നല്ലതാണെന്നൊക്കെ പറയുന്ന ഒത്തിരി പിള്ളേരുണ്ട്. അപ്പോൾ എൻ്റെ ഈ സംസാര രീതി ഇഷ്ടമുള്ളവരും ഉണ്ട്. അങ്ങനെയുള്ളവരാണല്ലോ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അല്ലേ. എന്നെ ഇഷ്ടമുള്ളവരാണ് എൻ്റെ ഗ്രൂപ്പിലോട്ട് വരുന്നത്. അതിന് നിങ്ങളുടെ സ്നേഹം എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. കാരണം എനിക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം അങ്ങനെ കൂടുന്നുണ്ട്. വേഗം ഒത്തിരി ആൾക്കാർ ചേച്ചി എന്നൊക്കെ വിളിച്ച് എല്ലാവരും വരുന്നുണ്ട്. അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്, എനിക്ക് ഒത്തിരി താങ്ക്സും ഉണ്ട്. ഇപ്പോൾ ഞാൻ നെഗറ്റീവ് കമൻറ്റ്സ് കാര്യങ്ങൾ ഇട്ടു എന്നൊക്കെ നിങ്ങളോട് ഇങ്ങനെ പറയുമ്പം നിങ്ങൾ തന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നു. ചേച്ചി ഞങ്ങളുണ്ട് കൂടെ, ചേച്ചി വിഷമിക്കൊന്നും വേണ്ടാന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഞാനൊരു ന്യൂ ചാനലിൻ്റെ കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചാനൽ ഞാൻ ഡ്രോപ്പ് ചെയ്തു. ചാനൽ ഞാൻ തുടങ്ങുന്നില്ല. നിങ്ങളോട് ഞാൻ ഓൾറെഡി പറഞ്ഞു എനിക്ക് രണ്ടും കൂടെ ഹാൻഡിൽ ചെയ്യാനാവില്ല. സോ ഇതിൽ തന്നെ ഞാൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ട കുറേ ടോപ്പിക്സൊക്കെ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതായിരിക്കും. ഈ ജാനുള്ളതുകൊണ്ടാണ് എൻ്റെ ഒന്നും നടക്കാത്ത. കാരണം ഞാനിപ്പോൾ എൻ്റെ ഈ സൗണ്ടിൻ്റെ ആ ഒരു പ്രത്യേകത ഭയങ്കര ബലബലാന്നുള്ള സൗണ്ടല്ലേ. അപ്പോൾ ഇവൻ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ ഇവൻ പെട്ടെന്ന് ആ സൗണ്ട് കേട്ട് ഇവൻ എണീക്കും. അപ്പോൾ എണീറ്റ് കഴിയുമ്പോഴത്തേക്കും എന്താ പറയുക, പിന്നെ അവനങ്ങോട്ട് ഉറങ്ങുകയില്ല. അപ്പോൾ പിള്ളേർ ഉറങ്ങണമല്ലോ, എന്നാലല്ലേ അവരുടെ ബുദ്ധിയൊക്കെ മര്യാദയ്ക്ക് ആകുകയുള്ളൂ. അപ്പോൾ അവൻ്റെ ഒരു ഉറക്കത്തിന് ഞാൻ ഭംഗം വരണ്ടെന്നുള്ള ലെവലിലാണ് ഞാനിപ്പോൾ വീഡിയോ ഷൂട്ടിംഗ് ഒക്കെ കുറച്ചു. പിന്നെ ഇച്ചായം വരുന്ന സമയത്ത് മാത്രമേ ഞാൻ നന്നായിട്ട് ഷൂട്ട് ചെയ്യാറുള്ളൂ. അപ്പം എൻ്റെ ടോപ്പിക് എനിക്ക് ഒത്തിരി പറയാനുണ്ട് നിങ്ങളോട്. പക്ഷെ പറയണമെന്ന് ആഗ്രഹമുണ്ട്, പറയാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയാണ്, പറയാൻ സമയവും കിട്ടുന്നില്ല, ആ ഒരു അവസ്ഥയാണ്. എന്നാൽ ജോൻ വളർന്നതിനനുസരിച്ച് അവൻ്റെ എന്താ പറയുക, അവൻ്റെ കാര്യങ്ങളൊക്കെ കുറേ അവന് ചെയ്യേണ്ട ഒരവസ്ഥ. അവൻ അവിടെ പോയി എടുക്കുന്നു, ഇവിടെ പോയി എടുക്കുന്നു, അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്നാലും എനിക്ക് പറ്റും പോലെ തന്നെ എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ മാക്സിമം പറ്റും പോലെ തന്നെ എനിക്ക് സമയം കിട്ടുമ്പോൾ ഒക്കെ ഞാൻ പിന്നെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വെർജിനോയിൽ നമുക്ക് വിജയിക്കുമോ നോക്കാം. നമ്മുടെ എണ്ണ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ പൊട്ടി നമ്മുടെ മേത്തോട്ടൊക്കെ ചിലപ്പം തെറിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇതിൽ നിന്നിപ്പോൾ എണ്ണ തെളിഞ്ഞ് വരുന്ന പോലെ കാണുന്നുണ്ട്. ഫൈനലാകുമ്പോൾ എന്താവും എന്നറിയില്ല. പിന്നെ ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. കണ്ടോ, പൊട്ടിത്തെറിക്കുന്നത് കണ്ടോ. ഇങ്ങനെ പൊട്ടിത്തെറിച്ച് അവസാനം ഇത് കണ്ടോ ഇപ്പോൾ വറ്റിയത് കണ്ടോ. നമ്മൾ തുടങ്ങിയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നതാണ്, അത് ഇപ്പോൾ ഇത്രയും കുറഞ്ഞു. അങ്ങനെ വറ്റി വെള്ളമെല്ലാം അങ്ങനത്തുള്ള എല്ലാം വറ്റി അവസാനം എണ്ണ മാത്രം ഊറി വരും.
നമ്മുടെ വെർജിൻ ഓയിൽ ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. ഇങ്ങനെ ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും സംഭവം ഓഫ് ചെയ്യുക. ഓക്കെ, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. യെസ്. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ഇത് നമ്മൾ അരിച്ചെടുക്കണം. ഇതേ ചൂടോടുകൂടി അരിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമ്മൾ കുറച്ച് സ്റ്റീലിൻ്റെ ഒക്കെ അരിപ്പ ഉണ്ടെങ്കിൽ അതിനകത്തോട് ഒഴിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഏതായാലും ദൈവം സഹായിച്ചത് സക്സസ് ആയി. ഇപ്രാവശ്യത്തെ എൻ്റെ ടൈം വേസ്റ്റ് ആയില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പ്രൊസീജിയർ ഞാൻ ഒന്നും കൂടെ ഞാൻ പറയുന്നു. അതായത് എന്താ പറയുക, ഫസ്റ്റ് തേങ്ങ ചിരണ്ടി എടുക്കുക. ഒന്നെങ്കിൽ തേങ്ങാക്കൊത്താണെങ്കിലും കുഴപ്പമില്ല. അത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് ചെറുതായിട്ട് മാത്രം വെള്ളം ഒന്ന് തളിച്ച്, ഈ ഇളം ചൂടുള്ള ഒഴിക്കുന്നെങ്കിൽ അത്രയും നല്ലത്. തളിച്ച് ഓയിൽ നന്നായിട്ട് തേങ്ങാപ്പാൽ നന്നായിട്ട് എടുക്കുക. അതിപ്പോൾ ഒന്ന് ഒരു ചെറിയ നൈസായിട്ടുള്ള കോട്ടൺ ക്ലോത്തിൽ അരിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനിയിപ്പോൾ എല്ലാം സാധാ ഇങ്ങനത്തെ അരിപ്പയാണെങ്കിലും നോ പ്രോബ്ലം അരിച്ചെടുക്കുക. അരിച്ചെടുത്ത് നന്നായി ഇളക്കണം. അരിച്ചെടുത്ത് ആ പാലെടുത്ത് നമ്മൾ ഇളക്കി അവസാനം കുറുകി നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന അവസ്ഥയായിരിക്കുമല്ലോ ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും കുറച്ചേ ഉണ്ടാവുള്ളൂ ക്വാണ്ടിറ്റി. ഇപ്പം തന്നെ ഇല്ല, കണ്ടില്ലേ എന്താ അവസ്ഥ എന്ന് കണ്ടോ. ഇതിപ്പോൾ നമ്മൾ ആദ്യം എടുത്ത ഇതല്ലല്ലോ, ഇപ്പം നന്നായിട്ട് തെളിഞ്ഞ് എണ്ണയൊക്കെ വരുന്നുണ്ട്. ഓക്കെ, യെസ്, ദൈവമേ നന്ദി. ഓക്കെ, അങ്ങനെ വെർജിൻ ഓയിൽ റെഡിയായി. നന്നായി കുറുകി വരും, നന്നായിട്ട് കുറുകി വരും. എന്നിട്ട് പിന്നെ അത് ഒന്നും കൂടെ ലൂസാകും, അതിൽ നിന്ന് എണ്ണ ഊറും. അങ്ങനെയാണ് ഇപ്പോൾ ഇത് ആയിരിക്കുന്നത്. ഓക്കെ, ഇത് വളരെ ചെറുതായിട്ട് ഇത്രയുള്ള ഒരു ബോട്ടിലൊക്കെ ഇത് കിട്ടുള്ളൂ, അത്രയേ ഉള്ളൂ. അപ്പോൾ കുറേ അധികം, അതാണ് ഇതിൻ്റെ ഇത് പ്രശ്നം. നമുക്ക് ഒത്തിരി ക്വാണ്ടിറ്റി തേങ്ങ എടുത്താൽ മാത്രമേ നമുക്ക് കുറച്ചെങ്കിലും കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ ഞാൻ 3 തേങ്ങ എടുത്തിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇതാണ്. അമ്മ തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതൊരു കുപ്പിയിലോട്ട് നിങ്ങൾ ഒഴിച്ച് മാറ്റി വെക്കുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.